ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്രോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. പ്രോൺ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ ഈ മിക്സാക്കിയത് ഒരു അരമണിക്കൂർ ടു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പ്രോണിൽ മസാല ഉപ്പും മുളക് പൊടിയൊക്കെ നല്ല പിടിച്ച് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായുമ്പോൾ ലേശം വേപ്പിനില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രോൺ അതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രോൺ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വറുത്തതൊക്കെ മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പ്, ഏലക്കായ, തക്കോലം എല്ലാം ചേർത്തിട്ട് ഒരു 5 സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ. സവാള ഒന്നുണ്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 5 പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ പ്രോണിൻ്റെ റെസിപ്പിയിൽ നമ്മൾ തക്കാളിയും അതുപോലെ ഈ സവാളൊക്കെ എത്ര വഴണ്ട് വരുന്നോ അതിനനുസരിച്ച് കേട്ടോ കറി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ. ഒരു 3 തക്കാളി കനം കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ലേശം വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ചേർക്കുമ്പോൾ കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടുക, അതിന് വേണ്ടിയിട്ടാണ്. മല്ലിച്ചപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച പ്രോണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പ്രോൺ ചേർത്തതിന് ശേഷം നമ്മുടെ മസാലയും പ്രോണും കൂടി നല്ലൊന്നുണ്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അടുപ്പ് നല്ല മീഡിയമായിട്ട് സ്ലോ ആയിട്ടോ കത്തണത്. ഞാൻ ഒരുപാട് കത്തിച്ചിട്ടില്ല. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തതാണ് വറക്കുമ്പോഴൊക്കെ, അതുകൊണ്ടാണ്. അടിപൊളി പ്രോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കട്ടോ. ഞാൻ പക്ഷേ ഇത് റൈസ് വേവിച്ചിട്ട് ദമ്മിട്ടിട്ട് ബിരിയാണി ഇട്ടിട്ട് കഴിക്കുന്നത്. ഞാൻ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്രോണും കൂടി സെറ്റാക്കിയിട്ട് ബിരിയാണി ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള പ്രോൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണ്, ഒരുപാട് പണിയൊന്നുമില്ല ഉണ്ടാക്കാൻ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മുടെ പ്രോണിൻ്റെയും മസാലയുടെ ഒക്കെ ഫ്ലേവർ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ദെൻ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.